സേനാപതി വേണു, ഈ യു പിയിൽ ഒരു തിളക്കമുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ എസ് പിയുമായിട്ട് അത്ര ബുദ്ധിമുട്ടുണ്ടാക്കാതെ തന്നെ കോൺഗ്രസിന് സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നുവല്ലോ. 17 സീറ്റ് കിട്ടുക എന്നുള്ളത് അത്ര നിസ്സാര കാര്യമല്ല മത്സരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന് എസ് പിയുമായുള്ള ഒരു സഖ്യത്തിൽ. അത് സാധിച്ചെടുക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങൾ അതല്ലല്ലോ. ഇപ്പോൾ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ക്രോസ് വോട്ടിങ്ങും മറ്റും അതെന്തിന്റെ സൂചനയാണ് നൽകുന്നത്? അതിനെ ബന്ധിപ്പിക്കുവാൻ കഴിയില്ലേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ ഇന്ത്യ സഖ്യം? അത് വളർന്ന് വികസിച്ചോ അതോ ആടി ഉലയുകയാണോ എന്നതിലേക്ക്? അത് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത്തരത്തിൽ വിഘടിച്ചു പോകുവാനായിട്ട് MLA മാർ തയ്യാറാകുമായിരുന്നില്ല. അവർ അതിന് പോലും തയ്യാറായി എന്ന് പറയുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നതല്ലേ? മൂന്നാമതും BJP അധികാരത്തിലേക്ക് എത്തും, അതിനെ തടയാൻ കഴിയുകയില്ല, പിന്നെ ഞങ്ങൾ എന്തിനു നിൽക്കണം എന്നുള്ള തോന്നലല്ലേ അത്? അല്ല, ഒരിക്കലും ഇല്ല മഞ്ജുഷേ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ മുമ്പൊരു ചർച്ചയിലും നമ്മൾ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളും പ്രാദേശികമായി പല സംസ്ഥാനങ്ങളിലും അവർ നേരിട്ട് മുൻകാലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചു കൊണ്ടിരുന്നവരാണ്. ഇപ്പൊ 2014 വരെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വേഴ്സസ് അതേഴ്സ് എന്നാണ്. ഇപ്പൊ അത് തിരിഞ്ഞു. ഇപ്പൊ BJP വേഴ്സസ് അതേഴ്സ് എന്നുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം ആയിരിക്കുകയാണ്. അപ്പോ ഈ സംസ്ഥാനങ്ങളിലെ പാർട്ടികളുടെ നിലനിൽപ്പിന് അവർക്കൊരു ആവശ്യമായി വന്നിരിക്കുക, അവർ ഒന്നിച്ചേ മതിയാകൂ എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിഷയം അത് നിൽക്കട്ടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കീറാമുട്ടിയാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ദില്ലിയിലെ സീറ്റ് വിഭജനം വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു. ചണ്ഡീഗഡ് അത് ഭംഗിയായി പൂർത്തീകരിച്ചു. ഗുജറാത്തിലേത് അത് പൂർത്തീകരിച്ചു. UP അത് ഭംഗിയായി പൂർത്തീകരിച്ചു. ഇനി നമുക്ക് സംശയം നിൽക്കുന്നത് ഒന്ന് പശ്ചിമ ബംഗാൾ പൂർത്തീകരിച്ചാലും ഇല്ലെങ്കിലും അവിടെ BJPക്ക് ജയിക്കാൻ പറ്റത്തില്ല. JR പത്മകുമാറിന്റെ രാഷ്ട്രീയമല്ല പശ്ചിമ ബംഗാളിൽ നിങ്ങൾ ഇനി എന്ത് രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കഴിഞ്ഞാലും അവിടെ BJPക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമില്ല. ഇപ്പൊ ഞങ്ങൾ ഇനി മമതാ ബാനർജിയുമായിട്ടാണോ അതല്ല ഇനിയിപ്പോ CPM-ഉമായിട്ടാണോ രാഷ്ട്രീയ സഖ്യം എന്നുള്ളത് വരും ദിവസങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും ഒരു സഖ്യവും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം മാൽഡ സൗത്തും അതുപോലെ തന്നെ ബഹ്റാംപൂറും പഴയ ഗാനിഖാൻ ചൗധരിയുടെ സീറ്റാണ്. ഈ 2 സീറ്റ് അധിർ രഞ്ജൻ ചൗധരി, ഈ 2 സീറ്റ് ഞങ്ങൾ വിജയിച്ചത് ഒരു സഖ്യവും ഇല്ലാതെയാണ്. അപ്പോ ഞങ്ങൾക്ക് ആ 2 സീറ്റുകളിൽ ഇപ്പോഴും വിജയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഞങ്ങൾ ഇനി തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള സഖ്യമാണെങ്കിലും CPM-ഉമായിട്ടുള്ള സഖ്യമാണെങ്കിലും ഇനി അവർ രണ്ടും കൂടെ ചേരാൻ സാധ്യതയില്ല എങ്കിൽ പോലും BJPക്ക് അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ 18 സീറ്റിലേക്ക് എത്താൻ അവർക്ക് കഴിയില്ല. അവരതിൽ താഴേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോ ഞങ്ങളുടെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ബംഗാളിലെ സീറ്റ് വിഭജനം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു കീറാമുട്ടിയല്ല, അത് ഞങ്ങൾ തമ്മിലുള്ള മത്സരം എന്നുള്ളതാണ്. അവിടെ അതിനിടയിലേക്ക് കയറി വന്ന് BJPക്ക് ഒരു വലിയ വിജയം കരസ്ഥമാക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് സാധ്യമല്ല. ഇനിയുള്ളത് മഹാരാഷ്ട്രയാണ്. ഇപ്പൊ മഹാരാഷ്ട്രയിലെ ഒരു രാഷ്ട്രീയ സഖ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ ഷിൻഡെ വിഭാഗം ഞങ്ങളോടൊപ്പമുണ്ട്. മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട കക്ഷികളിലൊന്നായ ശരത് പവാറിന്റെ NCP, അത് NCP ശരത്ചന്ദ്ര പ്രസാദ് ആ പേരിൽ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി ഇതിലൊക്കെ ഒരു കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ രാമദാസ് ആറ്റുവാള നേതൃത്വം കൊടുക്കുന്ന RP, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ, അത് ഇപ്പോൾ അതിന്റെ ഒരു ആ വിഭാഗത്തിൽപ്പെട്ട ഈ ദളിതര്, മറാഠികൾ എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗം, ഭീമറാവ് റാംജി അംബേദ്കറുടെ പിന്തുടർച്ചക്കാരായിട്ടുള്ള ഒരു വലിയ ജനവിഭാഗം അവിടെയുണ്ട്. അവരുടെ ഒരു വോട്ട് ഷെയർ എന്ന് പറയുന്ന ഒരു 10-18% വരും. പല മണ്ഡലങ്ങളിലും അവർക്ക് നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്. അതിന് പ്രകാശ് അംബേദ്കർ നേതൃത്വം കൊടുത്തിരിക്കുന്നു. വാഞ്ചിത് മഹാസഖ്യം എന്നോ അങ്ങനെ മഹാ അഘാഡി എന്നുള്ള ആ പാർട്ടിയാണ്. അപ്പം ഇന്ന് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവന അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഞങ്ങളുടെ സഖ്യത്തിൽ ഞങ്ങൾ 20 സീറ്റിൽ മത്സരിക്കുന്നു. ഷിൻഡെയുടെ പാർട്ടിക്ക് പഴയ ശിവസേനയ്ക്ക് ഏതാണ്ട് 17-18 സീറ്റുകൾ കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ശരത് പവാറിന്റെ പാർട്ടിക്ക് അവരുടെ ശക്തിക്കനുസരിച്ച് 8ഓളം സീറ്റുകൾ വീണ്ടും ഞങ്ങൾ ഈ പ്രകാശ് അംബേദ്കറുടെ പാർട്ടിയുമായിട്ടുള്ള സഖ്യം അവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കാരണം ഈ പാർട്ടികളെല്ലാം അവരവരുടെ മേഖലയിൽ ശക്തിയുള്ള പാർട്ടിയാണ്. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന്റെ മേഖലയിൽ, അതുപോലെ തന്നെ ഈ ബാരാമതി മേഖലയിൽ ഇപ്പോഴും ശരത് പവാർ, ഈ പ്രകാശ് അംബേദ്കറുടെ പാർട്ടി, അങ്ങനെ ഈ പാർട്ടി ചെറുതും വലുതുമായിട്ടുള്ള ഈ മുന്നണിയിലുള്ള പാർട്ടികൾക്കെല്ലാം വളരെ ശക്തമായി BJP, RSS, ഈ എന്താ പറഞ്ഞ ശിവസേന, ഈ ഷിൻഡെ വിഭാഗത്തെ നേരിടുന്നതിനുള്ള നല്ല ശക്തിയുള്ള ഇതെല്ലാം കണക്കുകൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മുന്നോട്ട് വെക്കാം.
പക്ഷെ ഇവിടെയൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക മുദ്രാവാക്യം മുന്നോട്ട് വെക്കാൻ കഴിയണമല്ലോ, ഒരു വിഷൻ മുന്നോട്ട് വെക്കാൻ കഴിയണമല്ലോ. അത് ഈ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ 2 തവണ അധികാരത്തിലിരുന്ന ഒരു സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിച്ച് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അവിടെ നരേന്ദ്രമോദി എന്നുള്ള ഒരു മുഖമുണ്ട് BJPക്ക്. അങ്ങനെയൊരു മുഖമില്ല ഇവിടെ. പല മുഖങ്ങൾ മാറി മാറി വരികയാണ്. ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്ര തന്നെ ഇപ്പോൾ 5 ദിവസത്തെ അതിന് അവധി നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധി കേംബ്രിഡ്ജിലേക്ക് പോയിരിക്കുന്ന സമയമാണ്. അതേ സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലികളിൽ നിന്ന് റാലികളിലേക്ക് ഓടി നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കേണ്ട സമയമായി കഴിഞ്ഞു. എന്നിട്ട് പോലും കോൺഗ്രസ് അതിൽ മാറി നിൽക്കുകയാണ്. ശരിയല്ലേ? ഒരു തോന്നൽ പോലും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഈ കേംബ്രിഡ്ജിലെ ഈ അപ്പോയിന്റ്മെന്റ് വളരെ മുമ്പ് തന്നെ ശ്രീ രാഹുൽ ഗാന്ധി നൽകിയിട്ടുള്ളതാണ്. അപ്പോ അത് മാറ്റാൻ പറ്റില്ലാത്ത ഒരു പരിപാടി എന്നുള്ള നിലയിലാണ് അദ്ദേഹം അതിന് പോയിട്ടുള്ളത് എന്നാണ് ഇന്ന് ഞങ്ങളുടെ പാർട്ടി. അതല്ലെങ്കിലും ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര അതിന്റെ ഒരു സമയം ഒക്കെ കഴിഞ്ഞുവല്ലോ. ഇങ്ങനെ യാത്രകൾ നടത്തി പോകേണ്ട ഒരു സമയമാണോ ഇത്? ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇത്രയും വലിയൊരു സഖ്യം ഉണ്ടാക്കിയ സ്ഥിതിക്ക് രാഹുൽ ഗാന്ധി ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. കാരണം അവിടെ നിന്നാണല്ലോ പരമാവധി സീറ്റുകൾ സമാഹരിക്കേണ്ടത്. അങ്ങനെ ഒരു ചിന്തയെ കോൺഗ്രസ് നേതൃത്വത്തിനില്ല. ഇത് പല വഴിക്ക് വിഘടിച്ചു പോവുകയാണ്. അതിന്റെ ഹിമാചൽ പ്രദേശിലെ ഇതൊക്കെ അല്ലല്ലോ, ഓപ്പറേഷൻ താമരയൊക്കെ ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങി വീണ്ടും എന്ന കാര്യം കോൺഗ്രസിന് അറിയാമല്ലോ. ഇപ്പോൾ DK ശിവകുമാറിനെ പോലെയുള്ളയാൾ ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ വന്ന് ഈ ക്രൈസിസ് മാനേജ്മെന്റിൽ ഇടപെടേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ ഇവരെ മറ്റൊരിടത്ത് എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ള തന്ത്രം അത് BJPയുടേത് കൂടിയാണ്. ഈ ക്രൈസിസ് മാനേജ്മെന്റ് സംഘം ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ നടക്കട്ടെ. മറുവശത്ത് BJP അവരുടെ തെരഞ്ഞെടുപ്പ് രംഗം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ശ്രീ സേനാപതി വേണു. ആ സമയത്ത് രാഹുൽ ഗാന്ധി കേംബ്രിഡ്ജ് ഹിമാചൽ പ്രദേശിലെ ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് അതൊരു കൂറുമാറ്റത്തിന്റെ ഒരു കാലുമാറ്റത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് പോവില്ല, അവര് പാർട്ടി വിട്ടു പോവില്ല എന്നാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്കറിയാം സുഖ്വീന്ദർ സിംഗ് സുഖു അവിടുത്തെ വളരെ പരിണിതപ്രജ്ഞനായ പഴയ യൂത്ത് കോൺഗ്രസ് അവിടെ NSUI മുതൽ വളരെ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇപ്പോ രാജിവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ രാജിവെക്കുന്നു എന്ന് പറയുന്ന ഈ വിക്രമാദിത്യ സിംഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടുത്തെ പഴയ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി പ്രതിഭ സിംഗിന്റെ വീരഭദ്ര സിംഗിന്റെ പ്രതിഭ സിംഗിന്റെ അല്ലെ ഈ വിക്രമാദിത്യ സിംഗ് എന്നുള്ള ആൾ മന്ത്രി ഇന്ന് രാജിവെച്ചയാൾ അദ്ദേഹം ഈ അയോധ്യയിലെ പ്രാൺപ്രതിഷ്ഠാ സമയത്ത് അദ്ദേഹം എടുത്ത നിലപാട് എന്താണെന്ന് അറിയാവുന്നതാണല്ലോ, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണല്ലോ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഒരു വ്യക്തിയുടെ ഇഷ്ടമല്ലേ എന്നുള്ള കാര്യത്തിലാണ് നിങ്ങൾ നിലപാടെടുത്തത്. പക്ഷെ കാര്യങ്ങൾ ഇപ്പോൾ എങ്ങോട്ടാണ്? അദ്ദേഹം രാജിവെക്കുന്നത് ആർക്കാണ് ദോഷമാവുന്നത്, ആർക്കാണ് ഗുണകരമാവുന്നത്? ഇത്രയും ഈ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത് കോൺഗ്രസ് ആണ്. അതായത് ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ യഥാർത്ഥ ദുർബലരായ കക്ഷിയായിട്ട് കോൺഗ്രസ് മാറുകയാണ്. കാരണം അവർക്ക് അവരുടെ പ്രശ്നം തീർത്തിട്ട് വേണം ഈ ഇന്ത്യ സഖ്യത്തിന്റെ കാര്യം നോക്കാൻ. ആ ഒരു ഗതികേടിലായിരിക്കുകയാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിന് എത്ര നാൾ ബാക്കിയുണ്ടിനി? അല്ല, ഞാൻ പറഞ്ഞത് ഹിമാചൽ പ്രദേശിൽ മന്ത്രിസഭ രൂപീകരണ സമയത്ത് മുതൽ ശ്രീമതി പ്രതിഭ സിംഗ് അവര് നേതൃത്വ രംഗത്തേക്ക് വരാനും അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് കൊണ്ട് അവരെ ഹൈക്കമാൻഡ് ആ സ്ഥാനത്തേക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അവരപ്പോ മകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങളൊക്കെ ആ കാലഘട്ടം മുതൽ അവർ നടത്തിയിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യം ചിലപ്പോൾ ഇച്ചിരി കൂടി പോയത് കൊണ്ടായിരിക്കാം ഇപ്പൊ കോൺഗ്രസിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ മധ്യപ്രദേശിൽ നമ്മൾ പറഞ്ഞു കമൽനാഥ് ഇപ്പോൾ പോകും അല്ലെങ്കിൽ നാളെ പോകും എന്ന് പറഞ്ഞ് കമൽനാഥിനെ പോലുള്ള അത്രയും മുതിർന്ന നേതാക്കളൊക്കെ പോയിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നു ഇപ്പോ ഒരു വലിയ കാര്യമൊന്നുമല്ല പോയിട്ടില്ല എന്ന് പറയുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും പോകാം, ഏത് സമയത്ത് വേണമെങ്കിലും പോകാം. അല്ല, ഇത് മഞ്ജുഷെ ആയാറാം ഗയാറാം എന്ന് പറയുന്ന ഒരു ഒരു ചൊല്ല് അത് ഇന്ത്യയിൽ വന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷമാണ്. രാവിലെ ജനതാ പാർട്ടിയിൽ കാണുന്നയാള് വൈകുന്നേരം ആയപ്പോഴത്തേക്കും കോൺഗ്രസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇവരുടെയൊക്കെ ദൃഷ്ടിയിൽ ചിലപ്പോ കോൺഗ്രസ് 10 കൊല്ലമായിട്ട് അധികാര രംഗത്തില്ല, ഇല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ പലയിടത്തും നോക്കുമ്പോൾ കോൺഗ്രസ് 10-25 കൊല്ലങ്ങളായിട്ടുള്ള അധികാരത്തിലില്ല. അപ്പൊ ചില ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതകൾ അത് എന്ന് വരെ തുടരും. അത് തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ ഫില്ല് ചെയ്യുന്ന അവസാനത്തെ ഡേറ്റ് വരെ തുടരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിലൊന്നും താല്പര്യമില്ലാത്ത
കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു ജനവിഭാഗമുണ്ട്. അവർ ഈ നേതാക്കളെ ഒന്നും കണ്ടുകൊണ്ടല്ല, അവരെ ഏത് നേതാവ് പോയിക്കൊള്ളട്ടെ, ഇല്ലെങ്കിൽ അങ്ങനെ നേതാവ് പോയാൽ കോൺഗ്രസ് തകരുമായിരുന്നെങ്കിൽ കോൺഗ്രസ് തകരേണ്ട ഒരു സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര. കാരണം ശരത് പവാർ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് സോണിയാഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വ രംഗത്തേക്ക് വരുന്നു. അവരിനി പ്രധാനമന്ത്രി പദത്തിലേക്ക് ഞാൻ വന്നേക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ വിദേശ പൗരത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ശരത് പവാർ പോയത്. ശരത് പവാർ പോയതിന്റെ ക്ഷീണം ഞങ്ങൾക്കുണ്ടായി. പക്ഷേ ശരത് പവാർ പോയിട്ടും കഴിഞ്ഞ് 1/4 നൂറ്റാണ്ടായി മഹാരാഷ്ട്രയിൽ സിംഗിൾ കക്ഷി എന്ന നിലയിൽ നോക്കിയാൽ ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് പോകാനുള്ളവർ പോകട്ടെ. രാഹുൽ ഗാന്ധി പറഞ്ഞത് തന്നെ ഞങ്ങൾ പറയുന്നു, പോകാനുള്ളവരെ ആരെയും ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കാരണം മാഷാ അള്ളാ സ്റ്റിക്കറുമായി പോയി 51 വെട്ടുവെട്ടാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയത്തില്ല. പോകുന്നവർ പോകട്ടെ, ഈ പ്രത്യയ ശാസ്ത്രവുമായി താല്പര്യമുള്ളവർ നിൽക്കട്ടെ എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്ക് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പോയി ലെക്ചർ സീരീസ് നടത്തുന്നതിന് അതിന് കുഴപ്പമൊന്നുമില്ല. അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്, അദ്ദേഹത്തിന് പോയി സംസാരിക്കാം. പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക്